ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണുന്ന കാലഘട്ടങ്ങളാണ് ഈ ജൂൺ മാസം. പ്രത്യേകമായി തിരുസഭ മാതാവ് തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മാസം. ഈശോയുടെ തിരുഹൃദയവും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും പ്രത്യേക മധ്യസ്ഥം ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിലേക്കും തിരുസഭയിലേക്കും പ്രത്യേകിച്ച് വ്യക്തിപരമായ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും ഒഴുകിയിറങ്ങുന്ന കാലഘട്ടമാണ് ഈ തിരുഹൃദയ മാസമായ ജൂൺ മാസം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ തിരുഹൃദയ മാസത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് തിരുഹൃദയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഈ തിരുഹൃദയ ഭക്തി നമ്മിലേക്ക് എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു? തിരുഹൃദയത്തോട് ഇന്ന് സഭയിലും കുടുംബങ്ങളിലുള്ള വലിയ പ്രതിഷ്ഠകളും പ്രാർത്ഥനകളും എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉത്തരങ്ങളായി കടന്നു വരുമ്പോൾ ഈ ആത്മീയ ശുശ്രൂഷകളും പ്രാർത്ഥനകളും തിരുഹൃദയ ഭക്തിയും ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ അറിയേണ്ടതാണ്. സ്നേഹമുള്ളവരെ, തിരുഹൃദയ ഭക്തി ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത് 1672 അത് ഫ്രാൻസിലെ വിൻസെൻഷ്യൻ സഭാംഗമായ സന്യാസിനിയായ മാർഗരിറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു മകളിലൂടെയാണ്, ആ ഒരു കന്യാസ്ത്രീയിലൂടെയാണ് ഈ ഒരു വലിയ വിശുദ്ധി ഈ ലോകത്തേക്ക്, ഈ തിരുഹൃദയ ഭക്തി എന്ന വിശുദ്ധി ലോകത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ തിരുഹൃദയം കാണിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ഈ ഹൃദയത്തിലേക്ക് ദൈവജനത്തെ സ്വാഗതം ചെയ്യണം. കാരണം ഇന്ന് മുറിവേറ്റ ഹൃദയങ്ങളുടെ കാലഘട്ടങ്ങളാണ്. സ്നേഹം നഷ്ടപ്പെട്ടും വറ്റിപ്പോയ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നതും ജീവനുള്ളതും ഇന്നും അപരർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതുമാണ്. ഇത് ലോകത്തെ അറിയിക്കുവാനും എൻ്റെ ഈ ജ്വലിക്കുന്ന ഹൃദയത്തെ നീ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കണം. അങ്ങനെ ലോകത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം ഈ ലോകം തിരിച്ചറിയാൻ വേണ്ടി മേരി അലക്കോക്കിലൂടെ ഈശോ തൻ്റെ തിരുഹൃദയ ഭക്തി ഈ ലോകത്തിലേക്ക് 16-ാം നൂറ്റാണ്ട്, പ്രത്യേകിച്ച് 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ഒരു ഭക്തി ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, ഈ സന്യാസിനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: യേശു അവളോട് ആവശ്യപ്പെട്ടത് തൻ്റെ മാംസളമായ ഹൃദയത്തിൻ്റെ പ്രതീകത്തിലേക്ക് എന്നെ ബഹുമാനിക്കുന്ന ഒരു ജനതയെ കൊണ്ടുവരണം. എൻ്റെ ഈ മാംസളമായ ഹൃദയം ഒരു ബലമുള്ളതോ അല്ലെങ്കിൽ മരവിച്ചതോ അല്ലെങ്കിൽ ഹൃദയകാഠിന്യമുള്ളതല്ല, മാംസളമായ ഹൃദയമാണ്. ഈ ഹൃദയം കാണുമ്പോൾ കഠിന ഹൃദയ പാപികൾക്ക് ഒരു മാംസളമായ ഹൃദയം ഞാൻ വെച്ചു കൊടുക്കുന്ന ഒരു ഭക്തിയാണ് ഇതിലൂടെ ഞാൻ പ്രചരിപ്പിക്കുക ഈ മേരി അലക്കോക്കിലൂടെ ഈശോ പഠിപ്പിച്ചത്. ഈ ഭക്തിയുടെ പ്രത്യേക രൂപം ഈശോയുടെ ഹൃദയം കാണുമ്പോൾ പ്രാശ്ചിത്തം, പരിഹാരം, പരിത്യാഗം ഒരു ജനത്തിൻ്റെ ഉള്ളിലേക്ക് വരും. കാരണം നഷ്ടപ്പെട്ടു പോയ ഏതോ സ്നേഹത്തിൻ്റെ വെച്ചുനീട്ടലുകളാണ് എൻ്റെ പാപം എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ഈ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കും എൻ്റെ ഹൃദയത്തെ മാറ്റിമറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശ മേരി അലക്കോക്കിലൂടെ ഈശോയുടെ തിരുഹൃദയം കാണിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഈ തിരുഹൃദയം? കുന്തം കൊണ്ട് തുറക്കപ്പെട്ടതും മുള്ളുകൾ കൊണ്ട് വലിച്ച് ചുറ്റപ്പെട്ടതും കുരിശുകൾ നാട്ടപ്പെട്ടതും അതുപോലെ കത്തി ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. മേരി അലക്കോക്കിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുന്തം കൊണ്ട് തുറക്കപ്പെട്ടതും മുള്ളുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതും അതുപോലെ കുരിശ് നാട്ടപ്പെട്ടതും കത്തി ജ്വലിക്കുന്ന ഹൃദയമാണ് എൻ്റെ ഹൃദയം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഒരു തിരുഹൃദയത്തിൻ്റെ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, കുന്തം കൊണ്ട് തുറക്കപ്പെട്ടതാണ് എൻ്റെ ഹൃദയം. അതിനെക്കുറിച്ച് ഈശോ മേരി അലക്കോക്കിനോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഈശോയുടെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെട്ട ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം കുന്തത്താൽ, നമുക്കറിയാം, പടയാളി അവൻ്റെ വിലാപുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. അവസാന നിമിഷങ്ങളിൽ ഈശോ തുറന്നു വെച്ച ഒരു പാഠപുസ്തകമാണ് ഈശോയുടെ തിരുഹൃദയം. അവസാന നിമിഷം ഈ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വെച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ബഹുസ്ഫുരണമായിരുന്നു ഈശോയുടെ തിരുഹൃദയം. അതെങ്ങനെയാണ് പറയണേ? ഈശോയുടെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെട്ട ഹൃദയമാണ്. ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയോട് നമ്മളോടുള്ള സ്നേഹത്തെ കാണുവാൻ കഴിയും. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം കാണാൻ കഴിയുന്നതാണ് ആ തിരുഹൃദയം. എന്നിട്ട് പറയാ, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിയതും ശേഷം ആ ഹൃദയം നിശ്ചലമായി അവസാന തുള്ളി വരെ നമുക്ക് നൽകിക്കൊണ്ട് ആ ഹൃദയം നമുക്ക് വേണ്ടി നിശ്ചലമായി കാത്തു നിൽക്കുന്ന അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമെന്ന് ഈശോ മരിയ അലക്കോക്കിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, എന്താണ് തുറക്കപ്പെട്ട ഹൃദയം? നമുക്ക് വേണ്ടി അവസാനം വരെ
സ്നേഹിച്ചുകൊണ്ട് അവസാനത്തെ സ്നേഹത്തിൻ്റെ ആഴം വരെ പങ്കുവെച്ച് ഇന്നും ആ സ്നേഹം നിലനിൽക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഈശോയുടെ തിരുഹൃദയത്തിലെ ആ ആഴമേറിയ മുറിവ്. രണ്ടാമതായിട്ട് ആ തിരുഹൃദയത്തെ ചുറ്റി വരിഞ്ഞു കെട്ടിയിരിക്കുന്ന മുള്ളുകളാണ്. സ്നേഹമുള്ളവരെ, എന്താണതെന്ന് മേരി അലക്കോക്കിനോട് ഈശോ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രണ്ടാമത്തെ തിരുഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ ജീവിക്കുന്ന ഹൃദയത്തെ വേദനിപ്പിച്ച് നിൽക്കുന്ന മുള്ളുകളാണ്. ഈ ലോകത്തിൻ്റെ ഞെരുക്കങ്ങൾ, വേദനകൾ എല്ലാം ജീവിക്കുന്നൊരു ഹൃദയത്തെ മുരിഞ്ഞു മുറുക്കുന്ന ഒരു വേദനയായിട്ട് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സുകളെ വേദനിപ്പിക്കുന്നത് ചുറ്റുപാടുകളുള്ള കുത്തുവാക്കുകൾ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതയാത്രകൾ, എന്ത് ചെയ്തിട്ടും മുന്നോട്ടൊരു യാത്രയില്ലാത്ത ചില മുൾമുനകൾ പോലെയുള്ള വാക്കുകൾ, പ്രവൃത്തികൾ, സഹനങ്ങൾ, വേദനകളെല്ലാം. അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. ഞാൻ ദൈവപുത്രനായിട്ടും മനുഷ്യനായിട്ട് ഈ ലോകത്ത് അവതരിച്ചിട്ടും എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ചുറ്റി വേലി കെട്ടിയ ഇതുപോലെ മുള്ളുകളുണ്ടായിരുന്നു. എന്നിട്ട് പറയുക, നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും തുടിക്കുന്ന ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ വേദനിപ്പിക്കാൻ കാരണമാകുന്നു. പല വേദനകൾക്കും ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദനയ്ക്കുള്ള കാരണം നമ്മുടെ പാപങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഇതുപോലെ ഏകാന്തത അനുഭവിക്കുന്നത്, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നത്? നമ്മുടെ ചില പാപങ്ങളാണ്, ചില പാപങ്ങളുടെ വെച്ചുനീട്ടലുകളാണ്. നമ്മൾ പറയുമല്ലോ, നമ്മുടെയൊക്കെ പാപങ്ങൾ പിന്നീട് തലമുറകളിലേക്ക് വരെ ഒരു മുള്ളുകളായിട്ട് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പാപത്തെ ഉപേക്ഷിക്കുന്ന ഒരു ജനത ഉണ്ടാകണം. ഈശോയുടെ തിരുഹൃദയം കാണിച്ചു തരുന്നത്, നിങ്ങൾ എൻ്റെ സഭയ്ക്കെതിരെ, എൻ്റെ സമൂഹത്തിനെതിരെ, എൻ്റെ വ്യക്തിബന്ധങ്ങൾക്കെതിരെ, എൻ്റെ വിശ്വാസത്തിനെതിരെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ത്യാഗങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പാപങ്ങൾ. അതാണ് ഈശോയുടെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതാണ് ഈശോയുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള ആ വേലികെട്ടി പോലെയുള്ള ഈശോയുടെ മുള്ളുകൾ കൊണ്ടുള്ള ഒരു മുൾക്കിരീടം പോലെ. ഈശോയുടെ ശിരസിൽ വെച്ചത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈശോയുടെ ഹൃദയം. ഹൃദയത്തെ വലിഞ്ഞു മുറുക്കുന്ന മനുഷ്യപാപത്തിൻ്റെ വേദനകൾ. ഇതാണ് രണ്ടാമതായിട്ട് മേരി അലക്കോക്കിനോട് ഈശോ പഠിപ്പിച്ചത്. മൂന്നാമതായിട്ട് ഈ തിരുഹൃദയം കാണിച്ചു കൊടുത്ത് ഈശോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: കുരിശ് നാട്ടിയ ഹൃദയമാണ് എൻ്റെ ഹൃദയം. കാരണം കുരിശിലാണ് രക്ഷ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ആർക്കും എൻ്റെ ശിഷ്യരായിരിക്കാൻ കഴിയില്ലെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്നേഹത്തിന് വേണ്ടി എന്ത് സഹനവും ഏറ്റെടുക്കാൻ തയ്യാറായ, സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ വ്യക്തിയുടെ പ്രതീകമാണ് ഹൃദയത്തിൽ കുത്തി നിൽക്കുന്ന കുരിശെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സഹനവും വിശ്വാസത്തിന് വേണ്ടി, ത്യാഗത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ ഹൃദയത്തിൽ വെച്ച് നീട്ടപ്പെട്ട കുരിശാണ്. ഈശോ കുരിശെടുത്തത് ലോകപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഈശോ കുരിശെടുത്തത് മാരകപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഈശോ കുരിശെടുത്തത് അനുദപിച്ച് തിരിച്ചു വരുന്നവരുടെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന കുരിശ് നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റെടുക്കുന്ന സഹനങ്ങൾക്ക് രക്ഷാകരമായ സ്വർഗീയ യാത്രയുണ്ട്. സ്വർഗത്തെയും ഭൂമിയെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കുരിശാണ്. ജീവിതത്തിൻ്റെ കുരിശുകൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും സ്വർഗീയമായ നിലപാടുകൾ ജീവിതത്തിൽ എത്തിച്ചേരുവാനും നമ്മുടെ ജീവിതത്തിൽ കുരിശ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഓരോരുത്തർക്കും വേണ്ടി ജീവൻ ബലി കഴിച്ച സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആ കുരിശ്. കുരിശ് എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആദ്യമായിട്ട് ദേവാലയത്തിൽ വെച്ച് അവളുടെ ജീവിതത്തെ സ്വന്തമാക്കുന്നത് താലി ചാർത്തിയിട്ടാണ്. ആ താലിയിലുള്ളത് കുരിശാണ്. ഒരു സന്യാസ പൗരോഹിത്യ ജീവിതത്തിൽ ആ വ്യക്തി ദേവാലയവുമായിട്ട് ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് കുരിശിൻ്റെ സാന്നിധ്യത്തോടും കുരിശിനെ തൊട്ടുമുത്തിയുമാണ്. തീർച്ചയായിട്ടും കുരിശ് സ്വർഗീയ യാത്രയിൽ നമുക്കൊരു ശക്തിയാണ്, നിത്യജീവൻ്റെ ഒരു അടയാളമാണ്. ഈ തിരുഹൃദയ മാസത്തിൽ കുരിശിനെ സ്നേഹിക്കുവാൻ, സഹനങ്ങളെ പുണരുവാൻ, ദൈവികമായ സഹനങ്ങളെ പുണരുവാൻ, പാപത്തിൻ്റെ അടിമത്തത്തിലുള്ള സഹനങ്ങളെ ഉപേക്ഷിക്കുവാനും കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് ജ്വലിക്കുന്ന തീനാവുകളാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുകളിലായിട്ട് ഈ കുരിശിന് ചുറ്റുമായിട്ട് ജ്വലിക്കുന്ന തീനാവുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? മേരി അലക്കോക്കിനോട് ഈശോ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ കത്തി നിൽക്കുന്ന പ്രതീകമാണിത്. കുരിശിന് ചുറ്റും നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ തീജ്വാലകളാണ്. അത് കെടാത്ത സ്നേഹത്തിൻ്റെ അഗ്നിയാണ്.
അതുപോലെ നാം എല്ലാവരെയും സ്നേഹത്തിൻ്റെ ചൂട് പിടിപ്പിക്കുന്ന, നമുക്ക് ചൂട് പകരുന്ന സ്നേഹത്തിൻ്റെ ഉറവയായിട്ടാണ് ഈ തീജ്വാലകൾ തിരുഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ തിരുഹൃദയ മാസത്തിൽ നമ്മൾ ഈ തിരുഹൃദയത്തെ സ്നേഹിക്കുമ്പോഴും ഈ കുടുംബ പ്രതിഷ്ഠ ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്വന്തമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ തിരുഹൃദയത്തിൽ മേരി അലക്കോക്കിലൂടെ ഈശോ പഠിപ്പിച്ച ഈ 4 പ്രതീകങ്ങളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഒന്ന്, ഈശോയുടെ തിരുഹൃദയം മുറിവേറ്റതാണ്. എൻ്റെ മുറിവിനെ ഉണക്കാൻ കഴിയുന്നൊരു ഹൃദയമാണ് ഈശോയുടെ ഹൃദയമെന്ന് പഠിക്കുമ്പോൾ ഈ 2024 കടന്നു പോകുന്ന ഈ തിരുഹൃദയ ഭക്തിയുടെ മാസത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുറിവുകളെ ഉണക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിന് കഴിയുമെന്നൊരു വിശ്വാസം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ബോധ്യപ്പെടണം, അത് ആഴത്തിൽ നമ്മൾ സംഗ്രഹിക്കണം. രണ്ടാമതായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തെ ചുറ്റിവേലി കെട്ടിയിരിക്കുന്ന മുള്ളുവേലികൾ നമ്മുടെ പാപങ്ങളാണെന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ തിരുഹൃദയ മാസം നമ്മെ പഠിപ്പിക്കുന്നത് പാപമില്ലാത്ത അനേകം മാസങ്ങൾ, അനേകം വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരണം. മുള്ളുകൾക്ക് പകരം മെത്ത കൊണ്ട് ഈശോയുടെ തിരുഹൃദയം പൊതിയുന്നൊരു വ്യക്തിത്വമായി നീ മാറണം. ചിത്രത്തിൽ മാറ്റം വരുന്നില്ല, ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ തിരുഹൃദയ മാസം നമ്മെ രൂപപ്പെടുത്തണം. മൂന്നാമതായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നടുവിനെ നിൽക്കുന്ന ഈശോയുടെ കുരിശാണ്. കുരിശിലൊരു രക്ഷയുണ്ട് സ്നേഹമുള്ളവരെ. ഈ കാലഘട്ടങ്ങൾ നമ്മൾ കുരിശെടുത്തും സഹിച്ചും വേദനിച്ചും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ ചോദ്യചിഹ്നങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും തിരിച്ചറിയുക, ഈശോയുടെ ഹൃദയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന കുരിശ് നിനക്ക് നൽകുന്നൊരു പ്രതീക്ഷയുണ്ട്. നീ കടന്നു പോകുന്ന വഴികളിൽ നിനക്ക് ഈ കുരിശൊരു ശക്തിയാണ്. കാരണം കുരിശെടുത്തവൻ കുരിശാൽ തന്നെ മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിത ക്ലേശങ്ങളുടെ കുരിശെടുക്കുന്ന നമുക്കും ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കും. നാലാമതായിട്ട്, ഈ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ഇന്ന് വറ്റിപ്പോകുന്ന ഒരു സ്നേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ്. സ്നേഹം തേടിപ്പോകുന്നവരുണ്ട്, സ്നേഹം തേടി വഴിയോരങ്ങളിൽ വീണ് കിടക്കുന്നവരുണ്ട്, സ്നേഹം തേടിയിട്ട് ലഭിക്കാത്തവരുണ്ട്, സ്നേഹത്തിന് വേണ്ടി പരക്കം പായുന്നവരുണ്ട്, സ്നേഹം നഷ്ടപ്പെട്ട് മരുന്നുകൾക്ക് അടിമകളായവരുണ്ട്. അതുപോലെ ഇന്ന് ലോകത്ത് സ്നേഹം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അപ്പനും അമ്മയും അറിയാത്ത അവസ്ഥകളുണ്ട്. സ്നേഹത്തെ വിലകൊട്ട പോലെ കാണുന്നവരുണ്ട്. ദാമ്പത്യത്തെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് പകരം ഭാര്യ ബന്ധങ്ങളും ഭർത്താവ് ബന്ധങ്ങളിലേക്കും കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. ആണും പെണ്ണും എന്ന വർഗങ്ങളെ വിവേചിച്ചറിയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പോകുമ്പോൾ കത്തിജ്വലിക്കുന്ന അൺകണ്ടീഷണലായ അതിരുകളില്ലാത്ത സ്നേഹങ്ങളെ നഷ്ടപ്പെടുത്തി അതിർത്തി വരമ്പുകൾക്കുള്ളിൽ കെട്ടിപ്പൂട്ടിയിരിക്കുന്ന ബന്ധങ്ങളില്ലാത്ത സ്നേഹങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ സ്നേഹം ഒരിക്കലും കെടുകയില്ല. ഈ സ്നേഹത്തെ കെടുത്താൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഒരു അതിർത്തിക്കോ ഒരു ഭരണകർത്താവിനോ കഴിയില്ലെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുക. അതാണ് തിരുഹൃദയത്തിലൂടെ മേരി അലക്കോക്കിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് 17-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ചു വെച്ച ഒരു ആത്മീയ സത്യം 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമ്മളും വളരെ വ്യക്തമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതും ഓരോ കുടുംബവും വെഞ്ചരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ ആദ്യം പ്രതിഷ്ഠിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആഴമേറിയ ഈ സ്നേഹത്തിൻ്റെ ശക്തി ഇന്നും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും സഭയിലുമുണ്ട്. അതിനോടൊന്ന് ചേർന്ന് നിന്നാൽ മതി, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, എന്താണ് തിരുഹൃദയം? തിരുഹൃദയം ഒരു തണലാണ്. നമുക്കറിയാം, തണലുകൾ എന്നും നമുക്ക് നൽകുന്ന ഒരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും തിരുഹൃദയത്തിന് ഒരു തണലുണ്ട്. നമ്മൾ തിരുഹൃദയത്തിൻ്റെ തണൽ ബൈബിളിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു മേരിയെക്കുറിച്ച് പറയുന്നുണ്ട്. കല്ലേറ് ദൂരെ നിൽക്കുന്ന പാപികൾ പാപം ചെയ്ത് കല്ലെറിഞ്ഞ് മോശയുടെ നിയമം അനുസരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ആ ഹൃദയം ഒരു തണലായിരുന്നു. കാരണം വഴിയരികിൽ അവൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഹൃദയം കാത്തിരിക്കുന്നുണ്ട്. സ്നേഹത്തിൽ കത്തിജ്വലിക്കുന്ന, കുരിശെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ഹൃദയമാണ് അവൾക്ക് വേണ്ടി കാത്തിരുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് വാക്കുകൾ കൊണ്ട് ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാം. എന്നാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ വേദന മനസ്സിലാക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഞാൻ വിശുദ്ധ എന്ന് വിളിക്കും. തീർച്ചയായിട്ടും. കാരണം എന്തെന്നാൽ അവരുടെ ഹൃദയം ആ വ്യക്തിയുടെ വേദന സ്വീകരിച്ചു എന്നാണ്. ഈശോയുടെ ഹൃദയം അങ്ങനെയായിരുന്നു. കാരണം അവൾ എത്ര വലിയ പാപിയാണെങ്കിലും അവൾ എൻ്റെ മകളാണ്. അവൾ എത്ര വലിയ പാപിയാണെങ്കിലും അവൾക്ക് മാനസാന്തരപ്പെടാനുള്ളൊരു അവസരമുണ്ട്. അവൾക്ക് ദൈവത്തിലേക്ക് വരാൻ ആരെല്ലാം വഴി അടച്ചാലും ഞാനൊരു വഴി തുറക്കുമെന്ന് അറിയുള്ളൊരു ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ മറിയത്തെക്കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: മറിയം എല്ലാവരിൽ നിന്നും അവർക്കായി സ്നേഹിച്ചു.
മറിയം എല്ലാവരും നിന്നെ അവർക്കായി സ്നേഹിച്ചു. മറിയത്തെ എല്ലാവരും സ്നേഹിച്ചത് അവർക്കായിട്ടാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിച്ചത്. എന്നാൽ ഈശോ പറയുക, ഞാൻ നിനക്കായി നിന്നെ സ്നേഹിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചത് നിനക്കായിട്ട് വേണ്ടിയിട്ടാണ്. എന്നെ തന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റുള്ളവർ അവർക്കായിട്ട് അവളെ വേടിച്ച് അവളെ സ്വന്തമാക്കിയിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ വലിച്ചെറിഞ്ഞ് കല്ലെറിയാൻ തുടങ്ങി. എന്നാൽ ഈശോ ചെയ്തത് ഈശോയ്ക്കായിട്ട് അവളെ സ്നേഹിച്ചു, ഈശോയുടെ സ്വന്തമാക്കാൻ, ഈശോയുടെ മകളാക്കാൻ. അതുകൊണ്ടാണ് അവൾക്ക് ആ കല്ലേറ് കിട്ടാതിരുന്നത്. സ്നേഹമുള്ളവരെ, ഇതാണ് ഈശോയുടെ തിരുഹൃദയ തണൽ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈശോ നമുക്കായി, നമ്മെ നേടാനായിട്ടാണ് ഈ സ്നേഹം നൽകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല സ്നേഹങ്ങളും കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹം ഒരിക്കലും വറ്റാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് ജീവൻ നൽകുവോളം സ്നേഹം നൽകിയതാണ് ഈശോയുടെ. ജീവൻ നൽകും. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് അങ്ങനെ, പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചായുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം സ്നേഹം തന്നൊരു തണലാണ് ഈശോയുടെ ഹൃദയം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ജൂൺ മാസത്തിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്നേഹഭക്തിയല്ല തിരുഹൃദയ ഭക്തി. തുടർന്നും ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഈ ഒരു കുടുംബ പ്രതിഷ്ഠയ്ക്കും ചെല്ലുമ്പോൾ ആഴത്തിൽ വിശ്വാസം ചെല്ലുന്നുണ്ടോ? ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഏതോ ഒരു പറയാം വന്ദേ എക്സ്പ്രസ് പോണ പോലെയാണ് പലപ്പോഴും ഈ കുടുംബ പ്രതിഷ്ഠ പോകണം. ഒരാൾ സൈഡിൽ നിന്ന് ചെല്ലി തുടങ്ങും, മറ്റാളെ എവിടെ എത്തുന്നുണ്ടോ എന്നറിയില്ല. അവസാനത്തെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെല്ലും. വിശുദ്ധ മരിയോട് പ്രാർത്ഥിക്കും, ഔസപിതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ്. ശരിക്കും കുടുംബ പ്രതിഷ്ഠ ശക്തമായിട്ട് ചെല്ലുമ്പോൾ ഈ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഓരോ ദിവസവും അപ്പനും അമ്മയും മക്കളും കുടുംബവും ഒരുമിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ ആ കുടുംബത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ശക്തി ഉണ്ടാവും, വിടുതലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറന്നുപോകാതെ എന്നും പ്രാർത്ഥിക്കേണ്ടതും വ്യക്തവും ശക്തവുമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കുടുംബ പ്രതിഷ്ഠ എന്ന പ്രാർത്ഥന. നമുക്കറിയാം, ഒരു വീട് വെഞ്ചരിക്കുമ്പോൾ ഒരു കുടുംബസമ്മേളനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കുടുംബ പ്രതിഷ്ഠ. ഒരു വീട്ടിൽ അച്ഛൻ വന്നു കഴിയുമ്പോൾ ആ കുടുംബത്തെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുക. അപ്പോൾ അത്രയും ശക്തമായി കുടുംബത്തെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഈ ഹൃദയത്തിലാണ്. അപ്പോൾ ഒരു തണലാണ്, ആ കുടുംബത്തിനൊരു തണലാണ് ഈശോയുടെ ഹൃദയം. രണ്ടാമത്തത് സ്വയം മുറിപ്പെടുത്തുന്ന തിരുഹൃദയം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്നൊരു ഹൃദയം. നമ്മൾ ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് മുറിയപ്പെടുന്ന ഹൃദയമാണ്. എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊക്കെയോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു, ഒന്നും കിട്ടാതെയോ. ഈശോ മുറിവേറ്റത് ഒന്നും നേടാനല്ല, നേടിയെടുക്കാനുമല്ല, മറിച്ച് കൊടുത്തു വാങ്ങാനാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ മുറിവും എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവും തമ്മിലുള്ള ബന്ധങ്ങൾ തിരിച്ചറിയണം. ഈശോ ഒന്നും നേടിയെടുക്കാനല്ല, ഈശോ കൊടുത്തു വാങ്ങാനാണ് ഈശോയുടെ ഹൃദയം മുറിവേറ്റത്. അതുകൊണ്ട് എനിക്കുള്ളത് എനിക്കും നിനക്കുള്ളത് നിനക്കും എന്ന് പറയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കുള്ളത് എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ തിരുഹൃദയ ഭക്തി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹൃദയം അപരൻ്റെ ഹൃദയത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ശുദ്ധതയില്ലാത്ത സ്നേഹബന്ധങ്ങളുടെ ശൂന്യതയിലേക്ക് നാം എല്ലാം കടന്നു പോകാം. ഇന്ന് കാലഘട്ടത്തിൽ ഭയങ്കര ശൂന്യതയാണ്. എന്ത് തേടിയാലും ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ പറയും, കുറേ സ്നേഹിച്ചു ഒന്നും കിട്ടാനില്ല, കുറേ പാപം ചെയ്തു ഒന്നും കിട്ടാനില്ല. എന്നാൽ ഈശോയെ അറിഞ്ഞപ്പോൾ, ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ ഐ ഗെറ്റ് സംതിങ്, എനിക്ക് എന്തൊക്കെയോ നേടിയതുപോലെ തോന്നുന്നു, എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും കുഴപ്പമില്ല, ഇനിയും നേടാനുണ്ടെന്നൊരു പ്രതീക്ഷ കിട്ടുന്നു. അതാണ് ഈ തിരുഹൃദയത്തിൻ്റെ ആഴമേറിയ ശക്തി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ക്രൂരതകളുടെ ഈ ലോകത്തിൽ നന്മകളുടെ ഹൃദയ മനുഷ്യരായി മാറണം. അതാണ് തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുക. ഈ തിരുഹൃദയ ഭക്തിയിൽ കടന്നുപോയ അനേകം വിശുദ്ധരുണ്ട് സ്നേഹമുള്ളവർ. അത് ക്രൂരതയുടെ ലോകത്തിൽ നന്മയുടെ ഹൃദയമായി മനുഷ്യരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളേക്കും കണ്ടുമുട്ടിയ മദർ തെരേസ. കാരണം ഒരു ലോകത്ത് തെരുവിൽ കിടക്കുന്ന, ആരെയും നോക്കാതെ കിടക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് എന്നും പരിശുദ്ധ കുർബാനയിലെ ഹൃദയം കണ്ട് സ്നേഹിച്ച അമ്മ, ചിറകുകൾ മുളയ്ക്കാത്ത മാലാഖയായ മദർ തെരേസ ലോകത്തിറങ്ങിയത് സ്നേഹം പങ്കുവെച്ചുകൊണ്ടാണ്. ഇതുപോലെയാണ് അമ്മ ത്രേസ്യ.
ആവിലായിലെ അമ്മ ത്രേസ്യയും ഹൃദയത്തെ സ്നേഹിച്ചവളാണ്. ഈശോയുടെ ഹൃദയത്തെ കയ്യിലെടുത്ത് സ്നേഹിച്ചവളാണ്. അതുകൊണ്ട് സഭയുടെ നവീകരണത്തിൽ ഹൃദയ സ്നേഹത്തിൻ്റെ ആഴമുണ്ടെന്ന് പഠിപ്പിച്ച് 7 സദനങ്ങൾ കയറിയ ആവിലായിലെ അമ്മ ത്രേസ്യ. സ്നേഹമെന്നത് ഹൃദയത്തിൻ്റെ കൊച്ചു എളിമയാണെന്ന് പഠിപ്പിച്ച നമുക്കറിയാം ലിസ്യുവിലെ കൊച്ചു ത്രേസ്യ പുണ്യവതി സ്നേഹമായിരുന്നു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിച്ചവളായിരുന്നു നമ്മുടെ ലിസ്യുവിലെ കൊച്ചു ത്രേസ്യ. ഫ്രാൻസിസ് അസീസി സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ 2ാം ക്രിസ്തുവായി മാറിയ വ്യക്തിയാണ്. പാദുരു പിയോ സ്നേഹം കൊണ്ട് പാപത്തിൻ്റെ സങ്കീർത്തനങ്ങളെ വിശുദ്ധ സങ്കീർത്തനങ്ങളാക്കി മാറ്റിയ ഏറ്റവും വലിയ വിശുദ്ധനാണ് പാദുരു പിയോ. അന്തോണിസ് പുണ്യാളൻ വാക്കുകൾ കൊണ്ട് സ്നേഹത്തെ ആഴത്തിൽ പഠിപ്പിച്ചു. അക്വിനാസ് സ്നേഹത്തിൻ്റെ തിയോളജികളെ ലോകത്തിൻ്റെ ദൈവശാസ്ത്രങ്ങളായി പഠിപ്പിച്ച വ്യക്തിയാണ്. അതുപോലെ സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. അപ്പോൾ സ്നേഹം എന്നത് ശരിക്കും ക്രൂശിതൻ്റെ സ്നേഹത്തെ ഈ ക്രൂരതയുടെ ലോകത്ത് പങ്കുവയ്ക്കാൻ കഴിവുള്ളവരാണ് സ്നേഹത്തിൻ്റെ ഹൃദയമുള്ളവർ. സ്നേഹമുള്ളവരെ തീർച്ചയായിട്ടും ഈ തിരുഹൃദയ ഭക്തിയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കും ഒരു മാറ്റം വേണ്ടേ? നമ്മളുമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ സ്നേഹം പങ്കുവയ്ക്കാൻ പരിഗണനയില്ലാതെ പരിലാളനകളോടെ പങ്കുവയ്ക്കുന്ന ഒരു ഹൃദയ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തിരുഹൃദയ ഭക്തിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് മാത്രമല്ല ജീവിക്കപ്പെട്ട ഒരു ഹൃദയമായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ക്രൂരതയുടെ ലോകത്ത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ചീഞ്ഞളിഞ്ഞ കുപ്പകളിൽ കിടക്കുന്നവരെ സ്നേഹിക്കാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ള ചീഞ്ഞളിഞ്ഞ നശിച്ചുപോയ ഹൃദയങ്ങളെ സ്നേഹിക്കാൻ ഈ തിരുഹൃദയ ഭക്തിയുടെ ദിനങ്ങൾ നിനക്ക് ഹൃദയം. മറ്റൊരു കാര്യം, ഏകാന്തതയുടെ പരിഹാരമാണ് തിരുഹൃദയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏകാന്തതയിൽ എത്രയോ മക്കൾ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക മാനസികമായി തകരുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരി മക്കളെ ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. ആരും സഹായിക്കാനില്ല. അവിടെ ഏകാന്തതകളാണ് അവർക്ക്. ചിലപ്പോൾ മദ്യത്തിൻ്റെ അടിമത്തങ്ങൾ, തിന്മയുടെ അടിമത്തങ്ങൾക്ക് അവർക്ക് ഏകാന്തമാണ്. അവിടെ സ്നേഹമുള്ളവരെ ഏകാന്തതയുടെ പരിഹാരമാണ് ആ തിരുഹൃദയത്തിലേക്ക് നോക്കി ഏകാന്തതകളെ ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ തിരുഹൃദയത്തിൻ്റെ ആഴമേറിയ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് അങ്ങ് ചേർത്ത് വെക്കണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ തിരുഹൃദയ മാസത്തിൽ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.